ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡിൻ്റെ 5 പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? അതിൽ നമ്മൾ പറഞ്ഞു ബൈ എന്ന് പറയുന്ന വേർഡ് അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഇംഗ്ലീഷിലെ ഒരുപാട് വേർഡ്സുകൾ കടന്നു വരാം അല്ലേ? കടന്നു വരും തീർച്ചയായിട്ടും. ഏതൊക്കെയാണ് കണ്ടോ? നിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് എന്നാണ്. അതുപോലെ ക്ലോസ് ടു എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ്. ബിസൈഡ് അടുത്ത്, നെക്സ്റ്റ് ടു അടുത്ത്. അതുപോലെ ബൈയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഈ കാണുന്ന എല്ലാ വേർഡ്സുകളും അടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് വ്യത്യാസം? കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഈ വേർഡ്സുകൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ വേർഡ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഒന്നാമതാണ് നിയർ ആൻഡ് ക്ലോസ് ടു. നിയർ ആൻഡ് ക്ലോസ് ടു. ഇവിടെ ഞാൻ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നിയർ എന്ന് പറഞ്ഞാൽ അതുപോലെ ക്ലോസ് ടു എന്ന് പറഞ്ഞാൽ ഈ ആദ്യം മനസ്സിലാക്കേണ്ടത് നിയർ അതുപോലെ ക്ലോസ് ടു ഇത് രണ്ടും എന്താണ്? ഇന്റർചേഞ്ചബിൾ ആണ്. ഇത് രണ്ടും എന്താണ്? ഇന്റർചേഞ്ചബിൾ ആണ്. നമുക്ക് നിയർ ക്ലോസ് ടു എന്ന് പറയുന്ന വേർഡ് വെച്ച് എഴുതാവുന്നതാണ്. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഈ രണ്ടിൻ്റെയും അർത്ഥമാണ് നോട്ട് ഫാർ. നോട്ട് ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരമല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ അടുത്ത് എന്നാണ്. അടുത്ത് എന്നാണ്, അടുത്ത്. പക്ഷേ ഇവിടെ പറയാനുള്ളത് നമ്മൾ നിയർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ടു ഉപയോഗിക്കുമ്പോൾ രണ്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളുടെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. രണ്ട് സാധനങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ അർത്ഥമാണ് നോട്ട് ഫാർ. നോട്ട് ഫാർ എന്ന് പറഞ്ഞാൽ ദൂരമല്ല എന്നർത്ഥം. ദൂരമല്ല എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. പക്ഷേ ബിസൈഡ് അതുപോലെ നെക്സ്റ്റ് ടു എന്താണ്? ബിസൈഡ് അതുപോലെ നെക്സ്റ്റ് ടു ഈ രണ്ടിൻ്റെയും അർത്ഥം വരുന്നത് എന്താ പറയുക? വളരെ അടുത്ത് എന്നാണ്. വളരെ അടുത്ത്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനിങ്ങനെ പറയും സൈഡ് ബൈ സൈഡ്. എന്താ പറയുക? സൈഡ് ബൈ സൈഡ്. സൈഡ് ബൈ സൈഡ്, വളരെ അടുത്ത്. രണ്ട് ഒബ്ജക്റ്റുകൾ, രണ്ട് സാധനങ്ങൾ ടച്ച് ആയിരിക്കാം അല്ലെങ്കിൽ ടച്ച് അല്ലാതിരിക്കാം. രണ്ടും ആയിരിക്കാം. ടച്ച് ആയിരിക്കാം അല്ലെങ്കിൽ ടച്ച് അല്ലാതിരിക്കാം. പക്ഷേ അർത്ഥം വരുന്നത് വളരെ അടുത്ത് എന്നർത്ഥം. വളരെ അടുത്ത്. നിയർ ആൻഡ് ക്ലോസ് ടു അടുത്ത്. പക്ഷേ ബിസൈഡ് ആൻഡ് നെക്സ്റ്റ് ടു വളരെ അടുത്ത് എന്നാണ് അർത്ഥം. ക്ലിയർ? നമുക്ക് ഉദാഹരണം നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ദ സ്കൂൾ ഈസ് നിയർ ദ പാർക്ക്. ഈ സ്കൂൾ പാർക്കിന്റെ അടുത്താണ്, അല്ലാതെ വളരെ അടുത്തൊന്നും അർത്ഥമില്ല. സ്കൂൾ എന്താണ്? പാർക്കിന്റെ അടുത്താണ്. ഇനി ഇവിടെ ഇതേ സെന്റൻസിനെ നിയർ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചേർക്കാം? ക്ലോസ് ടു ഉപയോഗിക്കാം. എന്താ കാരണം? ഞാൻ പറഞ്ഞു നിയർ ക്ലോസ് ടു രണ്ടും എന്താണ്? ഇന്റർചേഞ്ചബിൾ ആണ്. അതുപോലെ ബിസൈഡും നെക്സ്റ്റും എന്താണ്? ഇന്റർചേഞ്ചബിൾ ആണ്. ഓക്കെ, നമുക്ക് ബിസൈഡിനെ നെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതുപോലെ നിയർ എന്ന് പറയുന്ന വേർഡിനെ ക്ലോസ് ടു ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറയാണ് സെയിം സെന്റൻസ്. ദ സ്കൂൾ ഈസ് ക്ലോസ് ടു ദ പാർക്ക് എന്ന് വെച്ചാൽ സ്കൂൾ എന്താണ്? പാർക്കിന്റെ അടുത്താണ്. പാർക്കിന്റെ അടുത്താണ്, വളരെ ദൂരമല്ല എന്നർത്ഥം. സ്കൂളും പാർക്കും ദൂരമല്ല, അടുത്താണ്. ഇനി ഞാൻ പറയാണ് ഇതേ സെന്റൻസിൽ ഞാൻ ബിസൈഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് കൊണ്ടുവരികയാണെങ്കിലോ ഞാൻ ഇങ്ങനെ എഴുതാണ് ദ സ്കൂൾ ഈസ് ബിസൈഡ് ദ പാർക്ക്. അങ്ങനെയാണെങ്കിലോ സ്കൂളും പാർക്കും തമ്മിൽ എന്താണ്? വ്യത്യാസമില്ല. ഡിസ്റ്റൻസ് കുറവാണ്, വളരെ കുറവാണ്, വളരെ അടുത്താണ്. വളരെ അടുത്താണ്. ടച്ച് ആയിരിക്കാം അല്ലെങ്കിൽ ടച്ച് അല്ലാതിരിക്കാം, പക്ഷെ അർത്ഥം വരുന്നത് വളരെ അടുത്ത് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 2 എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഹീ ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ. ഹീ ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ. അവൻ എൻ്റെ വളരെ അടുത്താണ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം ബിസൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ സൈഡ് ബൈ സൈഡ് എന്നാണ്. സൈഡ് ബൈ സൈഡ് അല്ലേ? ഒരേ ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിലോ ഒരേ ബെഞ്ചിൽ 3 or 4 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാണ് ഇതൊരു ബെഞ്ചാന്ന് വിചാരിക്കാം. ഒരു ബെഞ്ച്. ഓക്കെ, ഒരു ബെഞ്ചാണ്. ഇവിടെ 4 കുട്ടികളുണ്ട് വിചാരിക്കാം. ഇത് കുട്ടികളാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ബോയ്സ് ആണ്. അപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഈ രണ്ട് സ്റ്റുഡൻസിനെ കുറിച്ച് പറയാണ്. ഈ 2 സ്റ്റുഡൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്ത് പറയണം? ഇവിടെ നിയർ ആണോ പറയേണ്ടത്? അല്ലല്ലോ, എനിക്ക് പറയണം ബിസൈഡ് എന്ന് പറയണം. ഞാൻ പറയാണ് ഇവന്റെ പേരാണ് അരുൺ. ഇവന്റെ പേരാണ് അരുൺ വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് ഇവന്റെ പേരാണ് അരുൺ, അതുപോലെ ഇവന്റെ പേരാണ് മോഹിത്. അപ്പൊ ഞാൻ പറയും അരുൺ ഈസ് സ്റ്റാൻഡിങ്. അരുൺ ഈസ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അരുൺ ഈസ് സിറ്റിംഗ്. ഓക്കെ, ബെഞ്ചാൻ വിചാരിക്കുക, ഇരിക്കാണ് വിചാരിക്കുക. ഓക്കെ, ഇരിക്കണം. അരുൺ ഈസ് സിറ്റിംഗ് ബിസൈഡ് മോഹിത് അല്ലെങ്കിൽ അരുൺ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മോഹിത് എന്ന് പറയും. ഇനി ഞാൻ ഇവനെ കുറിച്ച് പറയാണ്. ഈ 4ാമത്തെ ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ്. ഇവന്റെ പേരെന്താണ്? നമുക്ക് നോക്കാം. ഒരു രോഹിത് പറയാം. രോഹിത്. ഓക്കെ,
ഇനി നോക്കൂ, ഇനി ഞാൻ പറയാണ് രോഹിത് ഈസ് നെക്സ്റ്റ് അല്ല വരാ, രോഹിത് ഈസ് നിയർ മോഹിത്, അല്ലെങ്കിൽ രോഹിത് ഈസ് ക്ലോസ് ടു മോഹിത് എന്ന് പറയേണ്ടി വരും. ഓക്കെ, വളരെ അടുത്താണെങ്കിൽ, ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ, വളരെ അടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബിസൈഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ബിസൈഡ് എന്ന് പറയുന്ന വേർഡിന് പകരം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? നെക്സ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്, അതിലൊരു സംശയമില്ല. ഈ സിറ്റിംഗ് ബിസൈഡ് മീ, അതേ സെൻറ്റൻസിനെ നമുക്ക് ഈ സിറ്റിംഗ് നെക്സ്റ്റ് മീ എന്ന് പറയാം. നെക്സ്റ്റ് മീ എന്ന് പറയുക എന്ന് വെച്ചാൽ രണ്ടുപേരും വളരെ അടുത്താണ് ഇരിക്കുന്നത്. ടച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ടച്ച് ഇല്ലാതിരിക്കാം, പക്ഷെ വളരെ അടുത്താണ്. ഓക്കെ, ഇനി ഇതിലെല്ലാ സംശയങ്ങളും തീർന്നു. ഇനി അടുത്ത സംശയമാണ് എപ്പോഴാണ് ബൈ യൂസ് ചെയ്യേണ്ടത്. ബൈ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അടുത്ത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെയും അർത്ഥം വളരെ അടുത്ത് എന്നാണെങ്കിലും നമുക്ക് എന്ത് പറയാം? നമുക്ക് നിയറിന് പകരം, ക്ലോസ് ടുവിന് പകരം, അതുപോലെ ബിസൈഡിന് പകരം, നെക്സ്റ്റ്, ഈ 4 വേർഡിന് പകരം നമുക്ക് ബൈ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് പറയാം, ബൈൻ്റെ അർത്ഥം വളരെ അടുത്താണെങ്കിൽ പോലും ഈ 4 വേർഡ്സിന് പകരം നമുക്ക് ബൈ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് യഥാർത്ഥ നിയമം, റൂൾ. ഞാൻ പറയാണ് ദ സ്കൂൾ ഈസ് നിയർ ദ പാർക്ക് എന്ന് പറയുന്ന സെന്റൻസിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നു സെന്റൻസിന്. ദ സ്കൂൾ ഈസ് ബൈ ദ പാർക്ക്, വളരെ കറക്റ്റാണ്. അതുപോലെ ഈ സിറ്റിംഗ് ബിസൈഡ് മീ ഞാൻ എഴുതി ഈ സിറ്റിംഗ് ബൈ മീ. ആ പറഞ്ഞു വരുന്നത് ബൈ എന്ന് പറയുന്ന വേർഡ് അടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബൈ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ പറയാം? നിയർ ഉപയോഗിക്കാം, ക്ലോസ് ഉപയോഗിക്കാം, ബിസൈഡ് ഉപയോഗിക്കാം, നെക്സ്റ്റ് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഈ 4 വേർഡ്സിനെയും പകരം വെക്കാൻ നമുക്ക് ഒരു വേർഡ് കൊണ്ട് കഴിയും, അതാണ് ബൈ. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായി മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ബിസൈഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ ബിസൈഡ്സ് ആയി. എന്താണ്? ബിസൈഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ ബിസൈഡ്സ് എന്ന് പറയാം. ബിസൈഡ്സ് എസ് ചേർത്ത് കഴിഞ്ഞാൽ ബിസൈഡും അതുപോലെ ബിസൈഡ്സും ആ രണ്ടിൻ്റെയും മീനിങ്ങിൽ വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. എന്താ നോക്കാം. ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടാതെ എന്നർത്ഥം, കൂടാതെ. അതുപോലെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞാലോ ഒഴികെ എന്നാണ് അർത്ഥം. പറയാം ബിസൈഡ്സ് പറഞ്ഞാൽ കൂടാതെ, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാലോ ഒഴികെ. ഇവിടെ ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഴിവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ ആഡ് ചെയ്യുകയാണ്. ആഡ്, ഞാൻ പറയാണ് ബിസൈഡ്സ് ഫുട്ബോൾ, ഫുട്ബോളിനെ കൂടാതെ ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റും കളിക്കാൻ കഴിയും. ഇവിടെ എന്താണ്? ബിസൈഡ്സ് എപ്പോഴും എന്താണ്? അഡീഷൻ ആഡ് ചെയ്യുകയാണ്. പക്ഷെ എക്സെപ്റ്റ് എപ്പോഴും എന്താണ്? റിമൂവ് ചെയ്യാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെ റിമൂവ് ചെയ്യുക. അപ്പം ഞാൻ പറയാണ്, ഇവിടെ നോക്കാം. ബിസൈഡ്സ് ഫുട്ബോൾ, ഫുട്ബോളിനെ കൂടാതെ ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റും കളിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ എനിക്ക് ഫുട്ബോളും കളിക്കാൻ കഴിയും, അതുപോലെ ക്രിക്കറ്റും കളിക്കാൻ കഴിയും, അല്ലേ? പ്ലസ് പോയിന്റ് ആണ്, ആഡ് ചെയ്തു, അല്ലേ? ഇനി ഇവിടെ നോക്കാം. ഐ ക്യാൻ പ്ലേ എവ്രി ഗെയിം, എനിക്ക് എല്ലാ ഗെയിമും കളിക്കാൻ കഴിയും, പക്ഷേ എക്സെപ്റ്റ് ഫുട്ബോളിന് ഒഴികെ ഉണ്ടോ? ഫുട്ബോളിന് ഒഴികെ എന്ന് വെച്ചാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല, ഫുട്ബോളിന് ഒഴികെ എനിക്ക് ബാക്കിയുള്ള എല്ലാ ഗെയിമുകളും കളിക്കാൻ കഴിയും. അപ്പോൾ ബിസൈഡ്സ് എന്താണ്? ആഡ് ചെയ്യാണ്, പക്ഷെ എക്സെപ്റ്റ് എന്താണ്? റിമൂവ് ചെയ്യാണ്. ഇനി അടുത്ത ഉദാഹരണമാണ് ബിസൈഡ്സ് ഇംഗ്ലീഷ് ഹി ക്യാൻ റീഡ് ഹിന്ദി. ഇംഗ്ലീഷിനെ കൂടാതെ അവൻക്ക് ഹിന്ദിയും പഠിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അവൻക്ക് ഇംഗ്ലീഷും വായിക്കാൻ അറിയും, അതുപോലെ തന്നെ അവൻക്ക് ഹിന്ദിയും വായിക്കാൻ അറിയുന്നതാണ്. ഇനി അടുത്താണ് ഐ ക്യാൻ റീഡ് എവ്രി ലാംഗ്വേജ് എക്സെപ്റ്റ് ഹിന്ദി. എനിക്ക് എല്ലാ ലാംഗ്വേജും വായിക്കാൻ കഴിയും എക്സെപ്റ്റ് ഹിന്ദി ഒഴികെ, ഹിന്ദി ലാംഗ്വേജിനൊഴികെ എനിക്ക് എല്ലാ ലാംഗ്വേജും വായിക്കാൻ കഴിയുമെന്നാണ്. ഓക്കെ, ഇതെന്താണ്? എക്സെപ്റ്റ് എപ്പോഴും റിമൂവ് ആണ് ചെയ്യുന്നത്, പക്ഷേ ബിസൈഡ്സ് എപ്പോഴും ആഡ് ആണ് ചെയ്യുന്നത്. ആഡ് കൂട്ടി പറയുകയാണ്. ഇന്നത്തെ ക്ലാസ് വളരെയധികം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവ്രിവൺ.